കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. ശ്രീ എൻ ശ്രീകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ, കേരളത്തിൽ എങ്കിലും ഈ BJPയുടെ ഓപ്പറേഷൻ താമര ചിലവാകില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം. കേരളത്തിലെ വലിയ മീനുകളൊന്നും BJPയുടെ ചൂണ്ടയിൽ കുടുങ്ങില്ല എന്ന ആത്മവിശ്വാസം പല ചർച്ചകളിലും BJP നേതാക്കൾ പങ്കുവച്ചു. അവരുടെ മുഖത്തേറ്റ അടിയായില്ലേ പത്മജയുടെ ഈ കൂടുമാറ്റം? അല്ല, നിങ്ങൾക്ക് പത്മജയുടെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ പത്മജയെക്കുറിച്ച് മാത്രം പറയാം. ഇതിനു മുമ്പ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന എസ് കൃഷ്ണകുമാർ BJP പോയിട്ടുണ്ട് കൊല്ലത്തു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ജനബന്ധമില്ലാത്ത ജനപിന്തുണയില്ലാത്ത നേതാക്കളൊക്കെ ചില സമയത്തൊക്കെ പോയിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ ജനപിന്തുണ ഉണ്ടായിരുന്നില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇവിടെ പത്മജയുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ പത്മജ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരാൻ പോകുന്നു എന്ന് അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവർ പറയുന്നത് കോൺഗ്രസ് BJPയിലേക്ക് അവരെ തള്ളിവിട്ടു എന്നാണ് അവർ പറഞ്ഞത് അല്പം മുമ്പ്. അപ്പോൾ അവരെ എങ്ങനെയാണ് തള്ളിവിടുന്നത്? അവർക്ക് കോൺഗ്രസ്സിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം അവർക്കറിയാം. പക്ഷെ ആ ജനങ്ങൾക്ക് അവരെ വേണ്ടത്ര, കോൺഗ്രസ്സുകാർ അവരെ സ്നേഹിച്ച പോലെ ജനങ്ങൾ അവരെ സ്നേഹിച്ചില്ല. അതുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. പത്മജ വ്യക്തിപരമായിട്ട് വളരെ നല്ലൊരു സുഹൃത്താണ്. അവരെ പെരുമാറാൻ അറിയാം. അവർ വളരെ വളരെ സൗഹാർദ്ദപരമായി പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് പത്മജ വേണുഗോപാൽ, സംശയമൊന്നുമില്ല. പക്ഷെ ജനങ്ങൾക്ക് എന്തോ അവരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്. പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അവരെ കോൺഗ്രസ്സുകാരൊന്നും അത് തള്ളിപ്പറഞ്ഞില്ല. പത്മജ പലവട്ടം പറഞ്ഞു എന്നെ തോൽപ്പിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അവരങ്ങനെ പറഞ്ഞതെന്ന്. ഒരു 2 മാസം മുമ്പ് ഒരു ചാനലിലൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞു എന്നെ നിർത്തി തോൽപ്പിച്ചു എന്ന്. എന്താണ് ഈ പറയുന്നതിൻ്റെ? ഞാൻ നേരിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നാണ്. അപ്പോൾ അവർക്ക് കോൺഗ്രസിനോടുള്ള അവരുടെ ഒരു മനോഭാവത്തിൽ മാറ്റം 2-3 മാസമായിട്ട് മാറിയിട്ടുണ്ട്. പത്മജ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ രണ്ടാഴ്ച മുമ്പ് കോൺഗ്രസിന്റെ മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനാ സമയത്ത് പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും അവരുടെ അനുയായികൾക്ക് നൽകി. പത്മജ വേണുഗോപാൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് കെ കരുണാകരന്റെ മകൾ എന്ന പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണ് നൽകിയത്. പത്മജ വേണുഗോപാലിന്റെ നേതാവായിട്ട് ആരും കണ്ടിട്ടില്ല. ഒരു കുടുംബ ബന്ധം, കെ കരുണാകരന്റെ മകൾ എന്ന ഒരു സ്നേഹം, ഇത്രേ കാണിച്ചിട്ടുള്ളൂ. അത് പരമാവധി കൊടുത്തിട്ടുണ്ട്. AK ആന്റണി മുതൽ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. KTDCയുടെ ചെയർപേഴ്സൺ പദവി തൊട്ട് ഇങ്ങോട്ട് അവർ വഹിക്കാത്ത സ്ഥാനങ്ങളില്ല. പാർട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. മറ്റേ ജയിക്കാത്തതിന് ഇപ്പോൾ ആരുടെ കുറ്റമാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം കൊടുത്തു. ഇപ്പോൾ അവർ പോകുന്നതിന് അല്ല, ജയിക്കാത്തതിന്റെ കാര്യമാണ് അവർ പറയുന്നത്. തൃശ്ശൂർ പോലെയുള്ള മണ്ഡലത്തിൽ പോലും തനിക്കെതിരെ കാലുവാരലുണ്ടായി. ഭർത്താവും പറയുന്നുണ്ട് കാലുവാരലുണ്ടായി. ജയിക്കുക എന്നുള്ളത്, ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ളത് പാർട്ടിയുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ ശ്രീകുമാർ. രാമേന്ദ്ര, 1.5 ലക്ഷം വോട്ടിനാ പഴയ മുകുന്ദപുരം, ഇപ്പോഴത്തെ ചാലക്കുടി, പഴയ മുകുന്ദപുരത്ത് അവർ തോറ്റത്. 1.5 ലക്ഷം വോട്ടിന് 1.5 ലക്ഷം കോൺഗ്രസ്സുകാരെ കാലുമാറ്റാൻ പറ്റുമോ? എന്ത് മണ്ടത്തരമായി പറയുന്നത്? അല്ല സാർ, 1.5 ലക്ഷം കോൺഗ്രസ്സുകാർ മാത്രമാവില്ല. അവർക്ക് വ്യക്തിപരമായി അവരെ ഒരുപക്ഷെ വോട്ടർമാർക്കിടയിൽ അവതരിപ്പിക്കുന്നതിൽ വ്യക്തിപരമായ പരാജയം ഉണ്ടാകും. പക്ഷെ ആ പരാജയത്തിൽ നിന്ന് പാർട്ടിക്ക് പിന്മാറാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവരെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, പാർട്ടിക്ക് പാർട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. പാർട്ടിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാനേ പറ്റുള്ളൂ. പേരമ്പിൽ രാമകൃഷ്ണൻ മത്സരിച്ച് ജയിച്ച 10,000, 17,000, 12,000 വോട്ടൊക്കെ ജയിച്ച സ്ഥലത്താണ് പത്മജ ആദ്യത്തെ തവണ തോറ്റത്. കഴിഞ്ഞ തവണ സാഹചര്യങ്ങൾക്ക് എതിരായിരുന്നു. ഒരു 943 വോട്ടിനാണ് അവർ തോറ്റത്. ഈ 943 വോട്ടിന് തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണോ? നിങ്ങൾ എന്തി പറയുന്നത്? പത്മജ പറയുന്നത് വിശ്വസിക്കണ്ട. പത്മജ ഇപ്പോൾ പറയുന്നത്, പത്മജ BJPയിലേക്ക് ഇപ്പോൾ പോകുന്നത്, എനിക്ക് വളരെ വ്യക്തിപരമായി ബന്ധമുള്ള ഒരാളാണ് കേട്ടോ പത്മജ. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പത്മജി ഇപ്പോൾ പോകുന്നത് രാഷ്ട്രീയ കാരണം കൊണ്ടല്ല. അവർ പറയുന്ന രാഷ്ട്രീയ കാരണങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസം വരില്ല. അവർ പറയുന്നത് എന്താണ്? കോൺഗ്രസിലെ അവരെ തള്ളിവിട്ടു. എന്താണ് തള്ളിവിട്ടത്? കഴിഞ്ഞ ആഴ്ച പോലും 4 ദിവസം മുമ്പ് TN പ്രതാപന്റെ പ്രചരണ ജാഥയിലെ വേദിയിൽ അവർ പ്രസംഗിച്ചു. ഞാൻ സാക്ഷിയാണ്. TN പ്രതാപന്റെ പ്രചരണ വേദിയിലെ ജാഥയിൽ പ്രതാപനെ ജയിപ്പിക്കാൻ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമുക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. നമ്മൾക്കിടയിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ 2 തരം ചിരി എനിക്കുണ്ട് എന്ന് പത്മജ പറഞ്ഞ ഞാൻ കേട്ടു. നമ്മൾ ചിരിക്കുമ്പോൾ പോലും നമ്മൾ പരസ്പരം നമുക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് 4 ദിവസം മുമ്പ് പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിച്ച പത്മജ ഇന്ന് BJPയിൽ പോകാൻ പറയുന്ന കാരണം എന്താണ്? അപ്പൊ അന്നത്തെ പ്രതാപന്റെ വേദിയിലേക്ക് അവരെ കൊണ്ടുവന്ന കോൺഗ്രസ് അല്ലേ? അപ്പൊ അവരെന്താണ് അങ്ങനെ പറയുന്നത്? പത്മജയ്ക്ക് ഇപ്പോൾ പോകാൻ കാരണങ്ങൾ പറയാൻ കുഴപ്പമില്ല. അവർക്ക് നല്ല മറുപടി കൊടുത്തത് കെ മുരളീധരനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
ഇപ്പൊ ഇത്രയും നേരമായില്ലേ, ഒരുപാട് ചർച്ച നടത്തിയില്ലേ? പത്മജ വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നോ? ഡോക്ടർ വേണുഗോപാൽ അല്ലാതെ ശരി വന്നോ? ഇല്ല, എന്താ വന്നിട്ടില്ല സാർ, വന്നിട്ടില്ല. അത് ശരിയാണ്. കാരണം എല്ലാവരും വൈകാരികമായി പ്രതികരിച്ചു. മുരളീധരൻ പോലും അതിവേദനയുടെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കുറച്ച് കടത്തി പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വളരെ കൃത്യമായിരുന്നു പത്മജയെ പോലെ തന്റെ സഹോദരി കോൺഗ്രസ് വിടുന്നതിന്റെ പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിട്ടപ്പോൾ പോലും തങ്ങൾ ഈ വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല, തങ്ങൾ ചേർന്നത് അത്തരമൊരു പാർട്ടിയുടെ കൂടെയാണ്, അവിടെയും നെഹ്റുവിനെയും രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും തള്ളി പറഞ്ഞിട്ടില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ